വിഷ്ണു, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട വാർത്തയാണ് കോറോ ഹെൽത്തുമായി ബന്ധപ്പെട്ട്. US ആസ്ഥാനമായ കമ്പനിയാണ് കോറോ ഹെൽത്ത്. അപ്പോൾ കോറോ ഹെൽത്ത് ഒരു മെഡിക്കൽ കോഡിങ്, മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ ഒക്കെ നടത്തുന്ന കമ്പനി പെട്ടെന്നൊരു ദിവസം അവിടുത്തെ ജീവനക്കാരോട്, അതിൽ കൊച്ചി, കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജീവനക്കാരോട് നിർബന്ധിച്ച് അവരെ ലോഗൗട്ട് ചെയ്യിപ്പിച്ചിട്ട് ഇന്ന് മുതൽ നിങ്ങൾക്ക് ജോലിയില്ല എന്ന് പറയുന്നൊരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ കോറോ ഹെൽത്തുമായി ബന്ധപ്പെട്ട് വായിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ടാൽറോപ്പ് കമ്പനിയിലും ഇതേ ഒരു നടപടി സ്വീകരിക്കുന്നൊരിതെല്ലാം ഉണ്ടായി. അപ്പോൾ യുവാക്കളൊക്കെ തന്നെയും പെട്ടെന്നൊരു ദിവസം ജോലിയില്ല എന്ന് പറയുമ്പോൾ ആർക്കാണെങ്കിലും അനിശ്ചിതത്വം ഉണ്ടാവും അല്ലേ, സ്വാഭാവികമാണ്. ഈ അനിശ്ചിതത്തിൽ നിന്നുകൊണ്ട് തന്നെ അവർ പ്രതിഷേധിക്കുന്ന ഘട്ടമുണ്ടായി. DYFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകൾ അവരോടൊപ്പം ചേരുന്നൊരു നിലയുണ്ട്. ഒരുപാട് ഇപ്പോൾ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും ഒക്കെയായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്ന പശ്ചാത്തലമായിട്ട് ഇന്നലെയാണ് ആ ചർച്ചയിൽ എന്തെങ്കിലും ഫലപ്രദമായിട്ടുള്ളൊരു അവർക്കൊരു സാമീപ്യം ഉണ്ടായത് അല്ലേ, അവർക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാജ്യത്തെ മൊത്തം സ്ഥിതി കണക്കിലെടുക്കുമ്പോൾ യുവാക്കളൊക്കെ തന്നെയും ബുദ്ധിമുട്ടല്ലേ? അതാണ് രാജ്യം മുഴുവൻ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണകൂടം, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഏതൊരു ഭാഗത്തു നിന്നും യുവാക്കൾക്കെതിരെ ഒരു വലിയ പ്രതിഷേധം, അല്ലെങ്കിൽ അവരെ അവഗണിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നമ്മളുടെ രാജ്യം പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് വന്നിട്ട് അവർ പറയുകയാണ്, അവർ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ? അവർ ജോലിക്ക് കയറി വരികയാണ്. ജോലിക്ക് കയറി വരുമ്പോൾ പറയുകയാണ്, നിങ്ങൾ ഇന്ന് ജോലിക്ക് വരണ്ട, ഇനി നിങ്ങളുടെ ജോലി കഴിഞ്ഞു എന്ന് പറയുകയാണ്. ഇപ്പം കയറി വരുന്ന ഒരാളോട് അങ്ങനെ പറയുമ്പോൾ അയാൾക്കുണ്ടാകുന്ന മാനസികാവസ്ഥ എന്താണ്? പ്രത്യേകിച്ച് ഐ ടി ജീവനക്കാരാണ്. അപ്പോൾ ധാരാളം പ്രഷറുകളിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ കയറി വരുമ്പോൾ നിങ്ങളുടെ ജോലി കഴിഞ്ഞു, നിങ്ങൾ പൊക്കോ എന്ന് പറയുമ്പോൾ അവരുടെ മാനസികാവസ്ഥ നമ്മൾ കാണാതെ പോകുന്നത് ശരിയല്ല. പക്ഷെ അവരുടെ ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള കമ്പനിയിലേക്കും റിക്രൂട്ട്മെന്റ് ഉൾപ്പെടെ നടക്കുന്നൊരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നത്, എന്തിനാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ്? നഷ്ടത്തിലാണെങ്കിൽ റിക്രൂട്ട്മെന്റിന്റെ ആവശ്യം എന്താണ് എന്നാണ് അവർ ചോദിക്കുന്നത് അല്ലേ. ആ തരത്തിലേക്കുള്ള വാർത്തകളൊക്കെ കാണുന്നൊരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം CJP പ്രതിഷേധം നടത്തുന്നു, യുവാക്കൾ ഉൾപ്പെടെ അതിൽ അണിചേരുന്നു. നിരവധി യുവാക്കൾ രാജ്യത്തിന് പുറത്ത് കാനഡയും യൂറോപ്പും ഒക്കെ ചേക്കേറി പോകുന്നു. നമ്മുടെ രാജ്യത്തിലെ യുവാക്കൾക്ക് യാതൊരു വിധത്തിലുള്ള തൊഴിലില്ല, തൊഴിലുണ്ടെങ്കിൽ തന്നെ അതിനൊരു ഭദ്രതയില്ല എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് പൊതുവേ നമ്മളുടെ രാജ്യത്തു നിന്ന് തന്നെ പലരും പുറത്തേക്ക് പോകാനുള്ള സാഹചര്യം ഇതാണ്. ഇവിടെ തൊഴിലുണ്ടെങ്കിലും പ്രധാനമായും തൊഴിലില്ല, ഒരു തൊഴിൽ സാഹചര്യമില്ല, തൊഴിൽ സ്വാതന്ത്ര്യമില്ല. ആർക്കും ആരെ വേണമെങ്കിലും പിരിച്ചുവിടാമെന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു അഹന്തതയിലേക്ക് അതിവിടെ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. അത് നമുക്കൊരിക്കലും കാണാതിരിക്കാൻ പറ്റില്ല. അത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. കാരണം അവിടെ നിൽക്കുന്നത് IT ജീവനക്കാരായ ഉദ്യോഗാർത്ഥികളാണ്. അവരോട് ഒരു നിബന്ധനയും പറയാതെ അവർ കയറി വരുമ്പോൾ അവരോട് പൊക്കോളാൻ പറയുക. ഇത് എവിടത്തെയാണ്? ഇതാ കമ്പനിയുടെ മിനിമം എന്ന് പറയുമ്പോൾ ഒരു മാസം മുമ്പെങ്കിലും, മര്യാദയ്ക്ക് എങ്ങനെയാണല്ലോ വേണ്ടത്, ഒരു മാസം മുമ്പെങ്കിലും അവർ പറയണം ഇങ്ങനെയാണ് കാര്യങ്ങൾ, അപ്പോൾ കമ്പനിയുടെ നഷ്ടമാണ്. പക്ഷെ ഇവിടെ കമ്പനിക്ക് നഷ്ടമൊന്നുമില്ലെന്നേ. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഹൈദരാബാദിലെ ഒരു റിക്രൂട്ട്മെന്റ് നടത്തില്ലല്ലോ. ഇതൊന്നും അല്ല, ഇത് ഇവരുടെ ഒരു ധാർഷ്ട്യമാണ്. അല്ലെങ്കിൽ ഇവർക്ക് ആരെ വേണമെങ്കിലും പിരിച്ചുവിടാം, അല്ലെങ്കിൽ ഇത് IT കമ്പനി ജീവനക്കാരെ ഇത്രത്തോളം ബാധിക്കുന്ന അതുകൊണ്ടാണ്. അവരുടെ ഒരു ധാർഷ്ട്യം, അല്ലെങ്കിൽ അവര് ഇത്രത്തോളം ഈ ഒരു മേഖലയെ അത്രയും ഇതായിട്ട് കാണുന്നു. IT കമ്പനികൾ ഉൾപ്പെടെ കുത്തകവൽക്കരണത്തിന്റെ ഭാഗമായിട്ടല്ലേ, ബൂർഷ നിലപാട് സ്വീകരിക്കുന്നത് ഭാഗമായിട്ടൊക്കെ നമുക്കിതിനെ കാണാനായിട്ട് പറ്റും. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് മന്ത്രി നിരവധി തവണ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും കോറോ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ആരും തന്നെ ചർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനൊന്നും തയ്യാറായിട്ടില്ല. ഇന്നലെയാണ് കുറച്ചും കൂടെ ഒരു അനുഭാവപൂർവ്വമായിട്ടുള്ളൊരു മനോഭാവം തന്നെ ചർച്ചയുമായി ബന്ധപ്പെട്ടുണ്ടായത്. അപ്പോൾ നിരന്തരം തൃക്കാക്കര MLA ഉമാ തോമസ് ഉൾപ്പെടെ ഈ ചർച്ചയിൽ അവരോടൊപ്പം, കോറോ ഹെൽത്തിലെ ജീവനക്കാരോടൊപ്പം നിൽക്കുന്നൊരു സ്ഥിതി ഉണ്ടായി. ഇപ്പോൾ ഒരു മാതിരിപ്പെട്ട എല്ലാ ഭരണകർത്താക്കളും ഇവരോടൊപ്പമുണ്ട്. പക്ഷേ കേന്ദ്രത്തിന്റെ സ്ഥിതി പരിശോധിക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് കാണാൻ പറ്റും. അത് വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇവിടെ കേരളം സംസ്ഥാന ഗവൺമെന്റ് ഇവരുടെ ഒപ്പം നിൽക്കുമ്പോൾ, ഇപ്പൊ ബിന്ദുകൃഷ്ണ ഉൾപ്പെടെ, ഉമാ തോമസ് ആയാലും പ്രതിപക്ഷ നേതാക്കളും എല്ലാവരും, അവര് നമ്മളുടെ യുവജന സംഘടനകളെല്ലാം അവരുടെ ഒപ്പം നിൽക്കുന്നുണ്ട്. അപ്പോഴും സർക്കാർ നിൽക്കുന്നുണ്ട്, കമ്പനികൾക്കെതിരെ നിൽക്കുന്നുണ്ട്. പക്ഷെ അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ വിദ്യാർത്ഥികളെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്, കേന്ദ്ര ഗവൺമെന്റ് അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിത് കുറച്ചും കൂടെ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, പശ്ചിമേഷ്യൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമേരിക്കയാണല്ലോ ഇവിടെ മെയിൻ ആള്. അപ്പോൾ എല്ലാത്തിനെയും ഒരു ഏകവൽക്കരണം പോലെ, അല്ലെങ്കിൽ അത് തന്നെയാണ് ഇവിടെ. അത് അമേരിക്കൻ കമ്പനിയാണ്. അപ്പോൾ ആ ഒരു കമ്പനി അതുപോലെ പ്രവണത കാട്ടുന്നു, അല്ലെങ്കിൽ ട്രംപിനെ പോലെ, അല്ലെങ്കിൽ ആ അമേരിക്കൻ ഭരണകൂടത്തെ പോലെ പ്രവണത കാട്ടുന്നു എന്നുള്ളതും ഏകാധിപത്യ മനോഭാവം കാണാൻ പറ്റുന്നൊരു സാഹചര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തൊഴിലാളികളുടെ യാതൊരു വിധത്തിലുള്ള അവകാശങ്ങളെ ഒന്നും
മാനിക്കാതെ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ളൊരു സമീപനത്തോടെയാണ്. അത് ഒരിക്കലും നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം തൊഴിലവകാശം ഒരു മനുഷ്യന്റെ സ്വാഭാവികമായി അവന് കിട്ടേണ്ട ഒരു അവകാശമാണ് തൊഴിലവകാശം. അതിനെങ്ങനെയാണ് ഒരു നിസ്സാരവൽക്കരിച്ച് അവരെ ഇത്രത്തോളം താഴ്മയായിട്ട് അല്ലെങ്കിൽ ഒരു വില കൽപ്പിക്കാതെ അവരെ പറഞ്ഞു വിടുന്നത്? ഇവിടുത്തെ ഒരു ന്യായമാണ്, അല്ലെങ്കിൽ ഏത് സംഹിതയിലാണ് അത് എഴുതി വെച്ചിട്ടുള്ളത്? അങ്ങനെ പറഞ്ഞു വിടാമെന്നുള്ള ഒരു കാര്യം എങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത്? അത് മനുഷ്യ മനസാക്ഷിയെ തന്നെ അത് അത്രയും വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇന്നലെ CJP പ്രതിഷേധം നടക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇവിടെ കേരളത്തിലും ഈ കോറോ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്നത്. CJPയെ ബന്ധപ്പെട്ട് അവിടെ പ്രതിഷേധം നടക്കുമ്പോൾ അവിടെ അതിനെ യാതൊരു വിധത്തിലും മൈൻഡ് ആക്കാതെ ഒരു സർക്കാർ മുന്നോട്ട് പോകുന്നു. പക്ഷെ കേരളത്തിൽ നിന്ന് അതിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുണ്ടാകുന്നു. കോറോ ഹെൽത്തുമായി ബന്ധപ്പെട്ട് അവരോടൊപ്പം ജീവനക്കാരോടൊപ്പം സർക്കാർ നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. അങ്ങനെ കേരളം നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായിട്ടും ഇവിടെ മീഡിയാസ് ആയാലും രാഷ്ട്രീയ നേതാക്കളായാലും സാധാരണക്കാരൻ്റെ ഒരു പ്രശ്നത്തിന് ഇവരെപ്പോഴും സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. ഒരിക്കലും നമ്മൾ അവരെ അടിച്ചമർത്തുമല്ല. അവരുടെ പ്രശ്നം പറയുമ്പോൾ അത് നമ്മളത് ഒഴിവാക്കി മാറ്റുകയല്ല ചെയ്യുന്നത്. അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ കൂടെ നിർത്തി അവരുടെ പ്രശ്നം പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കേരളം നടത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ, ഇപ്പോൾ കേന്ദ്രത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വിദ്യാർത്ഥികൾ ഇപ്പോൾ സമരം തുടങ്ങിയിട്ട് 22ാമത്തെ ദിവസമാണ്. ഇപ്പോൾ നിരാഹാരം അത് മാത്രമല്ല നിരവധി കാലമായി ഇവരെ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് മൗനം തന്നെ പാലിക്കുന്നു, അടിച്ചമർത്തപ്പെടുന്നു. എന്തിന്? CRPF വരെ അടിച്ചുവിടാൻ വേണ്ടി വരികയാണ് അവരെ. BSFും എന്താ അവിടെ വല്ല പാകിസ്ഥാൻകാരൊന്നും അല്ല, അവർ ഇന്ത്യയിലെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവരെ അടിച്ചമർത്താൻ വേണ്ടി വരികയാണ്. അപ്പോൾ അതുപോലെയാണ് ഇന്നിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഈ IT കമ്പനികൾ ഇത്രയും ഉദ്യോഗസ്ഥരോട് കാണിക്കുന്നത് വളരെ നീതി നിഷേധമായ ഒരു കാര്യം തന്നെയാണ്. അതിലൊരു സംശയമില്ല നമുക്ക്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ സ്ഥിതി പരിശോധിക്കുമ്പോൾ യുവാക്കളൊക്കെ തന്നെയും പുറത്തേക്ക് പോകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു തൊഴിൽ ഭദ്രത ഇല്ലാത്തത് കൊണ്ടല്ലേ യുവാക്കൾ പുറത്തേക്ക് പോകുന്നത്. അതിൽ യുവാക്കളെ ഇനി നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല അല്ലെ? ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. യുവാക്കൾ തൊഴിൽ അന്വേഷിച്ചു പോകുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ പഠനം കഴിഞ്ഞു അവരുടെ ഒരു ഭാഗമായിട്ട് പോകുകയാണ്. നമ്മുടെ നാട്ടിൽ തൊഴിലാളികളിൽ തൊഴിൽ ഇടങ്ങൾ ഉണ്ടാവുന്നില്ല അല്ലെ? തൊഴിലാളികളാണെങ്കിൽ തന്നെ അവർക്കൊരു സാമ്പത്തിക ഭദ്രത ഉണ്ടാവുന്നില്ല. അപ്പൊ കൂടുതൽ സൗകര്യങ്ങൾ തേടി യുവാക്കൾ പോകുന്നു. ഇതിപ്പോ എന്താ സംഭവിക്കാൻ പോകുന്നതറിയോ? കുറച്ചു കാലം കൂടെ കഴിയുമ്പോൾ കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട വീടുകളെല്ലാം വെറുതെ കിടക്കും. കാരണം എല്ലാവരും പോകും. ഈ പോകുന്നവരാരും കൂടി തിരിച്ചു വരുമോ? ഒരാളും തിരിച്ചു വരാം, അവിടെ സെറ്റിൽ ആകും. അത്രേ ഉള്ളൂ. ഇവിടത്തെ നമ്മളുടെ മാതാപിതാക്കളെയും കൂടെ അവർ കൊണ്ടുപോകും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ കുറെ കാലത്തിന് കുറെ നാളുകൾ കഴിയുമ്പോൾ ഇവിടെ കുറെ വീടുകൾ അനാഥമായി കിടക്കും. അത് മാത്രമല്ല മറ്റ് ഇപ്പോൾ ബംഗാളിൽ നിന്ന് അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ ഇവിടെ കുന്നുകൂടും. ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് എല്ലാവരും പോവുകയാണ്, രക്ഷപ്പെട്ടു പോവുക. അവിടെ ചെന്നവൻ പിന്നെ തിരിച്ചു വരില്ലെന്നേ. കാരണം അവന് അതിൽ ഇവിടത്തെക്കാളും മികച്ച ഒരു ജീവിത നിലവാരം സാഹചര്യം ഉൾപ്പെടെ കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഒരിക്കലും കാണാതെ പോരുത്. ഇതിപ്പോൾ ഈ IT കമ്പനി ഇവർ കാണിക്കുന്നത് വളരെ നീതിനിഷേധമായ ഒരു കാര്യമാണ്. അതിനെ നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഉദ്യോഗാർത്ഥികളോട് കാണിക്കേണ്ട ഒരു മിനിമം മര്യാദ അവർ കാണിക്കേണ്ടതായിരുന്നു. അതെ, അത്തരത്തിൽ നിരവധിയായിട്ടുള്ള യുവാക്കളെ ആകെ തന്നെ അടിച്ചമർത്തുന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യത്തെ സ്ഥിതി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ചിലപ്പോൾ എത്ര തൊഴിൽ കമ്പനികളായിരിക്കും അല്ലെ, IT കമ്പനികളായിരിക്കും വേണ്ട എന്ന് വെക്കാൻ പോവുക. എത്ര യുവാക്കൾ ഇനിയും തൊഴിൽ ഭദ്രതയില്ലാതെ ജോലി ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടാവും. ഇപ്പോഴും നിലവിൽ IT കമ്പനികളിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഇപ്പോൾ അവർ ചിലപ്പോൾ കിടക്കുമ്പോൾ അവർ രാത്രി പേടിച്ചായിരിക്കും കിടക്കുന്നത്. ഞാൻ നാളെ എന്നെ പറഞ്ഞു വിടുമോ എന്നുള്ളൊരു അടിക്കടിയാണ്. ഇപ്പോൾ കോറോ ഹെൽത്ത് കഴിഞ്ഞു ടാൽ റോപ്പ് വന്നു. അങ്ങനെ പെട്ടെന്നൊരു ദിവസം നിർബന്ധിച്ച് അവരെ കൊണ്ട് ലോഗ് ഔട്ട് ചെയ്യിപ്പിച്ചിട്ട് പറയാ നിങ്ങൾ ഇനി പൊക്കോളാം. ഇവര് ഇനി എങ്ങനെയാണ് സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നത്? നാളെ എന്റെ ജോലി പോയാൽ ഞാൻ ഏത് ജോലിക്ക് പോകും? അപ്പൊ അതാണ് അവര് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ത്യയിലെ യുവത്വം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളുടെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്.